എന്നാ ആൻറ്റി അതൊന്ന് അഴച്ചേ, ഞാനത് നോക്കട്ടെ, ഞാൻ പറഞ്ഞു. ആൻറ്റി അഴച്ച വീഡിയോ പ്ലേ ചെയ്ത് കണ്ട് എൻ്റെ മനസ്സിൽ ഇത്തയെ സ്വന്തമാക്കാനുള്ള വഴി തെളിഞ്ഞു വന്നു. ഇത്തയുടെ വരവിനായി ഞാൻ കാത്തിരുന്നു. സമയം ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഇത്തയുടെ ഫോൺ വന്നു. ജോൺ, നീ എവിടെയാ? നമുക്ക് പോകാം. കാറെടുത്ത് ഇറങ്ങിയിടത്തേക്ക് വാ. ആ ശരി ഇത്ത. 5 മിനിറ്റിനുള്ളിൽ ഇത്ത കാറിൻ്റെ അടുത്തേക്ക് വന്നു. പിറകിലെ ഡോർ തുറന്ന് കാറിൽ കയറി. ജോൺ, നീ ഫുഡ് കഴിച്ചില്ലേ? ഇത്ത ചോദിച്ചു. ആ കഴിച്ചു. ആ എന്നാ പോകാം. എങ്ങോട്ടാ? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? അപ്പോൾ ആൻറ്റി പറഞ്ഞത് നമുക്കൊരു റൂമെടുത്ത് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ? ഞാൻ ചോദിച്ചു. ജോൺ, നിന്നോട് പറഞ്ഞത് ചെയ്, വെറുതെ എന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ. ആ അത് കൊള്ളാം. നിങ്ങളും ആൻറ്റിയും കൂടി എന്നെ പറഞ്ഞ് പറ്റിക്കാണോ? ഡാ, ഞാൻ പറഞ്ഞു നിന്നോട്, വെറുതെ പ്രശ്നമുണ്ടാക്കാതെ പറഞ്ഞത് ചെയ്, ഇല്ലെങ്കിൽ ഇവിടെ ഇറക്കി വിടും ഞാൻ നിന്നെ. എനിക്ക് തനിയെ ഓടിച്ചു പോകാൻ അറിയാനിട്ടല്ല. എന്താ ഇത്ത, ജോലിക്ക് കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങളെന്നോട് ദേഷ്യം കാണിക്കുന്നത്. ആൻറ്റിയോട് കാണിക്കുന്ന ഒരടുപ്പവും എന്നോട് കാണിക്കുന്നില്ല. അതെന്താ ആൻറ്റി അത്രയ്ക്കും തന്നു നിങ്ങൾക്ക്? എനിക്കൊരു ചാൻസ് താ, ഞാൻ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത പലതും നൽകാം. അപ്പോഴേക്കും കാർ കല്യാണ വീടിൻ്റെ പരിസരത്ത് നിന്നും ഒരുപാട് ദൂരേക്ക് പോയിരുന്നു. ജോൺ, വണ്ടി നിർത്ത്. ഇനി നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങ് വണ്ടിയിൽ നിന്നും, ഇത്ത ദേഷ്യത്തോട് പറഞ്ഞു. ഞാൻ ഇറങ്ങാം. എന്നിട്ട് നേരെ നിസാറിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ പറയുമല്ല. പിന്നെ ആൻറ്റിയുമായുള്ള കാര്യം ഞാൻ പറയില്ല, അതിന് തെളിവില്ല. പക്ഷേ തെളിവുള്ള ഒരു കാര്യമുണ്ട്. ഒന്നും മിണ്ടാതെ എന്നെ നോക്കി ചെറിയ പേടിയൊരു ഇരിക്കുന്ന ഇത്തയോട് ഞാൻ പറഞ്ഞു. ഒന്നുമല്ല, നിങ്ങൾ അവൻ്റെ കൂട്ടുകാരൻ അഫ്സലുമായുള്ള ബന്ധം. ദേ, ഇതിൽ നിങ്ങൾ തന്നെ ആൻറ്റിയോട് പറയുന്നതാ. ഞാൻ കേട്ട വീഡിയോ ഇത്താക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജോൺ, നീ എന്നെ ചതിക്കരുത്. നിൻ്റെ ആൻറ്റി എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അവരതിന് എൻ്റെ ആൻറ്റി ആണെങ്കിലല്ലേ, അവരെൻ്റെ വെറുമൊരു ടൈം പാസ്സാണ്. എൻ്റെ കരുത്തറിഞ്ഞ് എൻ്റെ കൂടെ കൂടിയവൾ. ഒറ്റത്തവണ സഹകരിച്ചാൽ മതി. ഞാൻ ആരോടും ഒന്നും പറയില്ല. നമുക്ക് പഴയതുപോലെ മുന്നോട്ട് പോകാം. എന്താ ഇത്ത തീരുമാനം? ഞാൻ ഇറങ്ങണോ? ജോൺ, ഞാൻ നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം. എന്നെ വെറുതെ വിട്ടൂടെ? എനിക്ക് ഒരു കുടുംബമുണ്ട്. അവരിതറിഞ്ഞാൽ ഞാൻ മോൻ്റെ കാല് പിടിക്കാം. ഇത്ത പറഞ്ഞല്ലോ ഒറ്റ തവണ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല. ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയി. ഇതല്ലാതെ വേറൊന്നും എനിക്ക് കേൾക്കണ്ട. എടാ, അത് എന്നെ അറിയുന്നവർ കാണും. പ്ലീസ് ജോൺ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കാർ അപ്പോഴേക്കും ഇടത്തേക്ക് തിരിഞ്ഞ് ഒരുപാട് ദൂരം വന്നു. എറണാകുളം സൗത്ത് വരെ എത്തിയിരുന്നു. കാർ വീണ്ടും മുന്നോട്ട് പോകുന്നത് കണ്ട് ഇത്ത പറഞ്ഞു. ജോൺ, നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെയൊക്കെ ഇക്കെ അറിയുന്നവരുണ്ടാകും. വണ്ടി തിരിക്കു പ്ലീസ്. പറഞ്ഞ് തീരും മുമ്പേ കാർ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിരുന്നു. ഇത്ത, ഞാനിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് ആൻറ്റി പറഞ്ഞപ്പോൾ. അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കാതെ ആർക്കും സംശയം വരുത്താതെ ഇത്ത വാ, നമുക്ക് 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. 6 മണിക്കോ? ജോൺ, അത് പറ്റില്ല. എനിക്ക് പെട്ടെന്ന് പോകണം. നിസാർ വരുമ്പോൾ എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ പിന്നെ അത് മതി. ഏയ്, അത് സാരില്ല. നിസാറൊന്ന് കുറച്ച് വൈകും വരാൻ. രാവിലെ പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. അവൻ എത്തും മുമ്പ് നമുക്ക് തിരിച്ചെത്താം. അത് ഞാൻ ഏറ്റു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇത്ത കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കിയ ശേഷം ഷോൾ കൊണ്ട് മുഖം അധികം കാണിക്കാതെ ഇട്ട് ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ നേരെ റിസപ്ഷനിൽ ചെന്ന് റൂം ബുക്ക് ചെയ്ത കാര്യം പറഞ്ഞു. അവർ ചെക്ക് ചെയ്ത് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് റൂം കീ കൊടുത്ത് ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടു. റൂം തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. കൂടെ വന്ന് റൂം പോയി എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഞാൻ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് എന്നോട് എപ്പോഴും ഗൗരവം കാണിക്കുന്ന ഇത്തയുടെ മുഖമാകെ പേടിയും സങ്കടവും ഒന്നു ചേർന്ന ഒരവസ്ഥയിലായിരുന്നു.
നീ അവളും കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്ത ഇപ്പോഴും അത് വിട്ടില്ലേ? ഇത്ത വാ, ഇവിടെ ഇരിക്ക്. ഇത്ത അടുത്തേക്ക് വരാതെ മാറി നിന്നു. ഇത്ത വെറുതെ സമയം കളയാതെ വാ. നല്ല രീതിക്കാണെങ്കിൽ ആരും അറിയില്ല, ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പറയുന്ന കേക്ക്. ഡാ, നിന്റെ അമ്മയെ പോലെ കരുതി എന്നെ വെറുതെ വിട്ടൂടെ പ്ലീസ്. എൻ്റെ ഇത്ത, നിങ്ങളെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാനെൻ്റെ ക്ഷമ നശിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ എൻ്റെ നല്ല സ്നേഹപൂർവ്വമുള്ള കലാപരിപാടികളിൽ ഇത്ത മതിമറഞ്ഞു. അത്രയും നേരം ദേഷ്യം കയറി നിന്ന ഇത്ത പിന്നീട് അങ്ങോട്ട് ആർത്തി കയറിയ പശുവിനെ പോലെയായി. ആ വലിയ കോലാഹലങ്ങൾ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഇത്ത എന്നോട് പറഞ്ഞു, ജോൺ, നീ ആ റൂം റെൻറ്റ് കൊടുത്തായിരുന്നോ? ഇല്ല, പോകുമ്പോൾ കൊടുക്കാം. എന്തു പറ്റി? നീ കൊടുക്കണ്ട, ഞാൻ കൊടുക്കാം, ഇത്ത പറഞ്ഞു. അവിടെ നിന്നിറങ്ങി കാറിൽ കയറാൻ നേരം ഞാൻ ചോദിച്ചു, ഇനിയും എന്നെ ഡ്രൈവറാക്കി പിറകിൽ കയറാനാണോ? വന്ന് മുന്നിലിരിക്കും പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ. എടാ, അത് ആരെങ്കിലും കണ്ടാൽ എന്താ? അല്ലടാ, നിസാറിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. എന്തു പറയാൻ? അത് മുമ്പ് ഞാൻ അഫ്സലിൻ്റെ കൂടെ പോയത് ആരോ അവനോട് പറഞ്ഞു. എന്നോട് അവൻ ചോദിച്ചതാണ്. ആ, അത് അഫ്സൽ എൻ്റെ കാര്യം പറഞ്ഞാൽ ചോദിക്കില്ല. കാരണം ഞാൻ നിങ്ങളുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവനാണ്. അത് നിസാറിനറിയാം. ശരി, ഞാൻ മുന്നിലിരുന്നാൽ പോരെ? ഇപ്പം നിന്നോട് സംസാരിച്ചാൽ ഞാൻ തോറ്റുപോകും. ഡോറ് തുറന്ന് കാറിൻ്റെ മുന്നിൽ കയറി ഇത്തയിരുന്നു. അല്ല, ഇത്താക്ക് ഇഷ്ടമായോ എൻ്റെ രാജാവിനെ? പിന്നെ ആദിസിൻ്റെ അടുത്ത് ഇതൊന്നും പറയരുത്. പറയാതിരുന്നാൽ എനിക്കിനിയും അവസരം കിട്ടുമോ? അത് ഒറ്റത്തവണ മതിയെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോൾ എന്താ നീ വാക്ക് മാറ്റുന്നേ? അത് ആൻറ്റി ചോദിച്ചാൽ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. നിന്നെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്യാതെ പോവും. പാലാരിവട്ടം എത്താറായപ്പോൾ ഞാൻ കാറൊന്നൊതുക്കി. എന്താടാ, എന്താ നിർത്തിയത്? ഇത്ത ചോദിച്ചു. ഇത്ത, വീടെത്താനായി. എന്തെങ്കിലും കുറച്ചുകൂടെ. എടാ ജോൺ, ഒന്ന് പോയേ. നീ കാറെടുക്ക്. കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് വെച്ച് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അത് കേട്ടതും ഞാൻ ഒന്നും മിണ്ടിയില്ല. കാറ് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോർച്ചിൽ പാർക്ക് ചെയ്തു. ഇത്ത ഇറങ്ങി വീടിൻ്റെ അകത്തേക്ക് പോയി. ഞാൻ ഔട്ട് ഹൗസിലേക്കും. കല്യാണം കഴിഞ്ഞു വന്ന ശേഷം തന്നോടധികം സംസാരിക്കാതെ ഓടി നടക്കുന്ന ഇത്തയെ കണ്ട് ആലീസിന് ഒന്നും മനസ്സിലായില്ല. ആലീസ് ഫോണെടുത്ത് ജോണിനെ വിളിച്ചിട്ട് അവനും ഫോൺ എടുക്കുന്നില്ല. സമയം രാത്രി 7 നിസാർ വന്ന് കുറച്ച് കഴിഞ്ഞ് ഷംന നിസാറിൻ്റെ കൂടെ മുകളിലെ അവർ റൂമിലേക്ക് പോയപ്പോൾ ആലീസ് ഇത്തയുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ഇത്ത? വന്നപ്പോൾ മുതൽ എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ. നിന്നോട് എങ്ങനെ മിണ്ടാനാണ്? അങ്ങനെയല്ലേ നീ എന്നോട് ചെയ്തത്? ഇത്ത ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല. നിസാറുണ്ട് ഈ വീട്ടിൽ. അവൻ കേട്ട ആകെ പ്രശ്നമാകും. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴും ആലീസ് ആകെ ചിന്തയിലായി. കാര്യം അറിയാൻ ജോണിനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നില്ല. സമയം രാത്രി 11 മണി കഴിഞ്ഞു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴും ഉറങ്ങാതെ കിടക്കുന്ന ഇത്ത മരുന്ന് കുടിച്ച് ഭർത്താവ് അൻവറിക്ക ഉറങ്ങിയൊന്ന് ഒന്ന് നോക്കി. ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റ് ഡ്രസ്സിങ് റൂമിൽ പോയി. അപകടം പറ്റുന്നതിൻ്റെ തലേന്ന് ഇക്ക വാങ്ങിയ ഇടാൻ പറ്റാത്ത പുത്തൻ ഉടുപ്പ്, അൻവറയ്ക്ക് ഇട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഉടുപ്പ്, അതുമിട്ട് അവൾ കണ്ണെഴുതി മുഖത്ത് ഒന്ന് മേക്കപ്പ് ചെയ്ത് മിനുക്കി പേരിന് ഒരു ഷോൾ തലയിൽ കൂടിയിട്ട് പതുക്കെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഔട്ട് ഹൗസിൻ്റെ ഭാഗത്തുള്ള വീടിൻ്റെ പുറത്തേക്കുള്ള വാതിൽ ഒച്ചയുണ്ടാക്കാതെ തുറന്ന് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ഇത്ത ഔട്ട് ഹൗസിൻ്റെ മുന്നിൽ ചെന്ന് വീടിൻ്റെ മുകൾ നിലയിൽ മോൻ്റെ റൂമിൽ നിന്നും വെളിച്ചമുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തി പതുക്കെ പതുക്കെ വാതിലിൽ മുട്ടി. പകൽ നടന്ന മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഓർത്ത് ഉറക്കം വരാതെ കിടക്കുന്ന ഞാൻ വാതിൽ മുട്ടുന്നത് കേട്ടു. ആരാ ഈ സമയം? ആൻറ്റി ആകുമോ? വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് വന്നതാകും. വീണ്ടും വാതിലിൽ മുട്ടി കേട്ടപ്പോൾ
ഞാൻ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. എന്നെ മാറ്റി അകത്തേക്ക് കയറി വാതിൽ അടച്ച ഈ സമയം അതും പകൽ കണ്ടതിലും അടിപൊളിയായിട്ടുണ്ട്. ഇത്തേ കണ്ട ഷോക്കിൽ നിൽക്കുകയായിരുന്നു ഞാൻ. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ഇന്ന് പകൽ നീ എന്നെ കണ്ടതല്ലേ? അത് ഇത്ത എന്താ ഈ സമയത്ത്? ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ? അത് ശരി, നിനക്ക് പേടിയുണ്ടോ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഏ, ആര്? ഞാനോ? അതെ, നീ അവളോട് പറഞ്ഞോ വല്ലതും? ഇല്ല, 2-3 തവണ എന്നെ വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. എനിക്കപ്പോൾ ഒരു ഉഷാറില്ലായിരുന്നു. അത് ചിലപ്പോൾ ഞാൻ അവളോട് മിണ്ടാതെ നടക്കുന്നതുകൊണ്ടാകും. ഏ, മിണ്ടാതെ നടന്നോ? അതെന്താ പ്രശ്നം? ഏയ്, അതൊന്നും ഇല്ലടാ, വെറുതെ. അവൾക്കെന്നോട് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അത് യഥാർത്ഥമാണെന്ന് നോക്കാനാ. നീ വാ, നമുക്ക് റൂമിലേക്കിരിക്കാം. ഇത്ത ഇങ്ങോട്ട് വരുന്നത് ആരും കണ്ടില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, എല്ലാവരും നല്ല ഉറക്കമാണ്. പിന്നെ മരുന്ന് കുടിച്ചാൽ രാവിലെ നോക്കിയാൽ മതി. അത്രയും കടുപ്പമാണ് മരുന്ന്. കിടന്നാൽ പിന്നെ ഒന്നും അറിയില്ല. നിനക്കെന്നോട് പിണക്കമില്ലല്ലോ? എന്തിന്? അല്ല, വരുമ്പോൾ ഒന്നിനും സമ്മതിക്കാതിരുന്നതിന്. ആ, പിണക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വന്നതുകൊണ്ട് അതങ്ങ് മാറി. എന്ത് ഭംഗിയായിത്ത നിങ്ങളിങ്ങനെ കാണാൻ. ആ, ഇത് ഇക്ക വാങ്ങിയതാ. പാവം, ഇതിട്ടിട്ട് കാണാനും എല്ലാത്തിനും ആഗ്രഹിച്ചതായിരുന്നു. പിറ്റേന്നല്ലേ എല്ലാം നടന്നത്. ഇക്കാക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. സാരില്ല ഇത്ത വിഷമിക്കണ്ട. ഇനി ഞാനില്ലേ? അതും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കലാപരിപാടികൾ തുടങ്ങി. ഉറക്കം കിട്ടാതെ രാവിലെ നേരത്തെ എഴുന്നേറ്റ ആലീസ് വെള്ളം കുടിച്ച് കിച്ചണിൽ നിന്നും വരുമ്പോഴാണ് ഇത്തയെ കണ്ടത്. അത് ശരി, അപ്പോൾ ഇതാണ് രണ്ടുപേരും എന്നെ ഒഴിവാക്കിയതല്ലേ? ആലീസ്, ഒന്ന് പതുക്കെ പറ, ഇക്ക എഴുന്നേറ്റ് കാണുമോ എന്തോ. എന്നാലും എന്നെ ഒഴിവാക്കിയല്ലേ? അതൊന്നും അല്ലടി, നീ അവന് വീഡിയോ എടുത്ത് അഴിച്ചു കൊടുത്തത് അപ്പോൾ ശരിയാണോ? ഓ, അതുകൊണ്ടിപ്പോൾ നിങ്ങൾ ഒന്നായി, നമ്മൾ പുറത്തും. എങ്ങനെയുണ്ട് എൻ്റെ ചെക്കൻ, സ്ട്രോങ് അല്ലേ? ആലീസ് ആൻറ്റി ചോദിച്ചു. പിന്നെ അവനെന്നെ നെട്ടിച്ച് കളഞ്ഞു. പിന്നെ നീ അവൻ്റെ ആരാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നമുക്ക് ആരുമില്ലാത്തപ്പോൾ സംസാരിക്കാം. ഇത്ത റൂമിൻ്റെ വാതിൽ പതുക്കെ തുറന്ന് അൻവർക്ക് ഉറക്കമാണോ നോക്കി മെല്ലെ അകത്തേക്ക് കയറി. അയാളുടെ മുഖം കണ്ടതും അവൾ കേൾക്കാതെ പറഞ്ഞു, സോറി ഇക്ക, എനിക്ക് പിടിച്ചെടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് നിങ്ങളെ മറന്നത്. എന്നോട് ക്ഷമിക്കണം. ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന അൻവർ തന്നെ നോക്കിക്കിടക്കുന്ന ഭാര്യയെ കണ്ട് ചോദിച്ചു, ഇതെന്താ നീ എന്നെ നോക്കി കിടക്കുന്നത്? നീ എഴുന്നേക്കുന്നില്ലേ? അത് പിന്നെ ഇന്ന് കൊച്ചിയിൽ പോകാനുള്ളതാ. ഓ, നീ ഷെരീഫിനെ കണ്ട് കാര്യങ്ങൾ ഒന്ന് ചോദിക്ക്. അടുത്ത മാസമല്ലേ പണി പൂർത്തിയാക്കേണ്ടത്, പുതിയ ഷോപ്പിൻ്റെ. ആ, ഞാനവിടെ ഒന്ന് പോകണമെന്ന് കരുതുന്നുണ്ട്. നോക്കട്ടെ, സമയമനുസരിച്ച് ചെയ്യാം, ഇത്ത പറഞ്ഞു. അൻവറിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യുന്നത് ഷെരീഫാണ്. നാളെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമല്ലേ? ഇപ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്ത അൻവറിനോട് ചോദിച്ചു. ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാലിന് ചെറിയ അനക്കം വരുന്ന പോലെ, വേറൊന്നുമില്ല. അങ്ങനെ അല്ലായിരുന്നല്ലോ, ആലീസ് ഒഴിച്ചിൽ തുടങ്ങിയ ശേഷം നല്ല മാറ്റം ഉണ്ടായിരുന്നില്ലേ? ആ, മാറ്റമുണ്ട് ഇക്ക. അവൾ കൊള്ളാം, എല്ലാം അറിഞ്ഞു ചെയ്യും. ഷംനയ്ക്കും അവൾ വന്നത് ഒരു സഹായമായി. വീട്ടിലെ ജോലി ചെയ്യാനും ഒരു മടിയുമില്ല അവൾക്ക്. എന്താ, ആരെയും പെട്ടെന്ന് പറ്റാത്തതാണല്ലോ നിനക്ക്? ഇതിപ്പോൾ എന്തു പറ്റി? അൻവർ ചോദിച്ചു. അല്ലേക്ക, അവൾ എല്ലാവരും പോലെ അല്ല. ആ ചെക്കനും തെറ്റില്ല, നന്നായി വിശ്വസിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ? ഏ, ഇതിപ്പോൾ എന്തു പറ്റി എൻ്റെ ബേബിക്ക്? അതെന്താ ഇക്ക അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ആ, നീ പറ. അത് നമുക്കിവരെ ഇവിടെ സ്ഥിരമാക്കിയാലോ? ആ, നിൻ്റെ ഇഷ്ടം. ഇതെല്ലാം നിൻ്റേത് കൂടിയല്ലേ? അത് കേട്ടപ്പോൾ ഇത്ത കുറച്ചു നേരം എന്തോ ആലോചിച്ചു. ഇത്തയുടെ ആലോചന കണ്ടപ്പോൾ അൻവർക്ക് ചോദിച്ചു, ആൻസിയ, നീ എന്തായി ഓർക്കുന്നത്?
അത് എവിടെ കിടന്നാ എനിക്കിനി പിടിച്ചിക്കാൻ പറ്റില്ല. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇത്ത എഴുന്നേറ്റ് വാതിൽ തുറന്ന് കിച്ചണിലേക്ക് ചെന്നു. അടുക്കളയിൽ ഷംന ചായ റെഡിയാക്കുകയായിരുന്നു. അപ്പോൾ മോളെ, നിസാർ എഴുന്നേറ്റില്ലേ? ആ ഉമ്മ എഴുന്നേറ്റ് റെഡിയായി ഔട്ട് ഹൗസിലേക്ക് പോയതാ, ആ ഡ്രൈവറുടെ അടുത്തേക്ക്. ഏ, അതെന്തിനാ? ആ, അറിയില്ല, അതെന്നോട് പറഞ്ഞില്ല. അത് ചേച്ചി എഴുന്നേറ്റില്ലേ മോളെ? ഇത്ത ചായ കപ്പിലാക്കി അടുക്കളയിൽ നിന്നും പോകാൻ നേരം ഷംനയോട് ചോദിച്ചു. മുറ്റം തൂക്കാൻ ചൂലെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത്ത ചായ അൻവറിന് കൊടുത്ത് റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി നോക്കി. മുറ്റം തൂത്ത് ആലീസ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇത്ത വാതിക്കൽ നിൽക്കുന്നത് കണ്ട് ആലീസ് ചോദിച്ചു, എന്താ ഇത്ത ഇവിടെ നിൽക്കുന്നത്? എടി, അത് നിസാറ് ജോണിൻ്റെ അടുത്താണ്. അവനവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഛേ, എന്താ ഇത്ത, അവനത്ര പൊട്ടനാണോ? അതൊന്നും പറഞ്ഞു കൊടുക്കില്ല. നിങ്ങളൊരു കാര്യം ഇങ്ങനെ പേടിച്ചാലെങ്ങനാ? അത് ഷംന അറിയരുത്. ഞാനില്ലാത്തപ്പോൾ അവളോട് അറിയാതെ പോലെ ഒന്നും പറഞ്ഞു പോകരുത്. ഓ, ഇല്ല എൻ്റെ പൊന്നിത്ത. അല്ല, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. എടി, അത് പിന്നെ ജോൺ ഞാൻ കരുതിയ പോലെയല്ല. അവന് നല്ല പണി അറിയാം. ഞാൻ ശരിക്കും നെട്ടി. കൊള്ളാലോ. അല്ല, എത്ര വട്ടം? ആലീസ് ചോദിച്ചു. ഇന്നലെ ഒരു 3 വട്ടം. ആഹാ, കൊള്ളാം. എല്ലാം നിങ്ങളൊരു യോഗം. എടി, ഒന്ന് പതുക്കെ പറ. എല്ലാം നിൻ്റെ പ്ലാനല്ലേ? എല്ലാത്തിൻ്റെയും കാരണം നീ തന്നെയാ. എന്താ ഞാൻ ചെയ്തത് ഇപ്പോൾ തെറ്റായി പോയോ? എന്നോട് വെറുപ്പായോ? ആലീസ് ചോദിച്ചു. ഇന്നലെ ഫസ്റ്റ് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ഓ, എന്നിട്ട്? ഇപ്പോൾ അത്ര ദേഷ്യമൊന്നുമില്ല. നീ കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത പലതും കിട്ടി. നീ പറഞ്ഞത് ശരിയാ, അവൻ അടിപൊളിയാ. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മനസ്സിൽ കയറി നിൻ്റെ ചെക്കൻ. ആലീസിൻ്റെ പകയുടെ ദാഹം പകുതി തീർന്ന സന്തോഷത്തിൽ മനസ്സിൽ അവൾ നൃത്തം വെച്ചു. ഔട്ട് ഹൗസിൽ നിന്നും വന്ന നിസാറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇത്ത ചോദിച്ചു, നീതി രാവിലെ തന്നെ എന്താ ജോണിൻ്റെ അടുത്ത് പോയത്? എന്തു പറ്റി? എന്താ കാര്യം? അത് ഞാനും ഷംനയും കൂടി വൈറ്റിലയിൽ സലൂണിൽ പോകുന്നുണ്ട്. അവളെ തിരിച്ചുകൊണ്ട് വരുന്ന കാര്യം പറയാനാ. പോകുമ്പോൾ ഞാൻ അവളെ കൊണ്ടുപോകാമെന്ന് കരുതി. നീ ഷെരീഫിക്കെ വിളിച്ചായിരുന്നോ? ഇത്ത ചോദിച്ചു. ആ, വിളിച്ചിരുന്നു. നിങ്ങളിന്ന് ചെല്ലുമെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി. അതും പറഞ്ഞ് ഇത്ത ആലീസിൻ്റെ അടുത്തേക്ക് വന്നു. ആലീസ്, ഇന്ന് കുറച്ച് സമയം നീ ഒറ്റയ്ക്കാകും. നീ ഇക്കയുടെ അടുത്ത് തന്നെ വേണം. ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഇക്കയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇത്ത, ആലീസ് പറഞ്ഞു. നീ ജോണിന് ചായ കൊടുക്കാൻ പോകുമ്പോൾ അവനോട് കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായി നിൽക്കാൻ പറ. കൊച്ചിയിൽ പോകാനുണ്ട്. ആ, പറയേ ഇത്ത. അങ്ങനെ ഒരുങ്ങി താഴേക്ക് വന്ന ഷംന, ഉമ്മ, ഞാൻ പോട്ടെ? ആ, അധികം വൈകാതെ ഒഴിവാക്കി തരണമെന്ന് പറയണം. ആ ലൈസൻസ് കിട്ടിയാൽ പിന്നെ സ്കൂട്ടി എടുത്ത് പോയാൽ മതിയായിരുന്നു, ഇത്ത പറഞ്ഞു. ആ ഉമ്മ, അവൾക്ക് അടുത്താഴ്ച ലൈസൻസ് കിട്ടും, നിസാർ പറഞ്ഞു. ആലീസിനുണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ്? ഇത്ത ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഒന്നെടുക്ക്, നല്ലതല്ലേ? അങ്ങനെ ഷംനയും നിസാറും പോയ ശേഷം ആലീസ് ചോദിച്ചു, ഷംനയും നിസാറും എങ്ങനെയാ? പ്രണയിച്ച് കല്യാണം കഴിച്ചതാണോ? ആ, അതെ. അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ അവരുടെ സ്നേഹം കണ്ടാൽ മനസ്സിലാവും. പാവം മോള്. ആ, എൻ്റെ മോനും പാവാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ അവന് അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നില്ലെന്ന് ഒരു തോന്നൽ. ഏ, അതെന്താ? അവളിനോട് അങ്ങനെ പറഞ്ഞോ? ഇത്ത ചോദിച്ചു. ഇല്ല, ഞാനും ഒരു പെണ്ണല്ലേ, അത് മനസ്സിലാകും. നീ പറഞ്ഞത് ശരിയാ. അൻവറിക്ക അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവനെന്താന്നാവോ? ഇവനെന്താ ഇങ്ങനെയെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അവനോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല. നീ ചായ കൊടുത്തിട്ട് അവനോട് പറ വേഗം വരാൻ. ഞാൻ പോയി റെഡിയാകട്ടെ. അല്ല, ഇന്നെന്താ വേഷം? ആലീസ് ചോദിച്ചു. ഇന്ന് സാരി. എന്താടി? ആഹാ, അടിപൊളി. ജോണിന് അതിഷ്ടാ, ആലീസ് പറഞ്ഞു.
അങ്ങനെ ഇത്ത റൂമിലേക്ക് പോയി നേരെ ചെന്ന് തൻ്റെ സാരി കളക്ഷനിൽ നിന്നും ഒരു ഡാർക്ക് പ്രിൻറ്റഡ് സാരി എടുത്തെടുത്തു. അതിന് ചേരുന്ന ഓർണമെൻറ്റ്സ് എടുത്തണിഞ്ഞ് റൂമിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇക്ക, ഞാൻ പോയി വരാം. മരുന്ന് സമയമാകുമ്പോൾ ഷംനയോ ആലീസോ എടുത്തു തരും, അത് കഴിക്കണം, അവൾ പറഞ്ഞു.